ഞാൻ അനികാശ. കേരളം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണല്ലോ പാരിസ്ഥിതിക മലിനീകരണം. ഇതിനെക്കുറിച്ച് കുട്ടികൾ ബോധവൽക്കരണം നടത്തുന്ന ഒരു പുസ്തകമാണ് മാലിന്യ കൂമ്പാരങ്ങളുടെ കത്ത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആണ്. പാരിസ്ഥിതിക മലിനീകരണത്തെ പറ്റി നമ്മളിൽ ബോധമുണ്ടാക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പാരിസ്ഥിതിക മലിനീകരണം തടയാൻ കഴിയുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രൊഫസർ എസ് ശിവദാസ് 1940 ഫെബ്രുവരി 19 വൈക്കം ഉല്ലരയിലാണ് ജനിച്ചത്. ഇന്നത്തെ കാലത്ത് പാരിസ്ഥിതിക മലിനീകരണം തടയുവാൻ നമ്മളെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഇതിന് ഒരുപാട് വഴികളുണ്ടെന്നും ഇതിന് ഒരുപാട് ഉപമകളുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണിത്. കേരളീയരും വിദേശികളും തമ്മിൽ പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് ഈ പുസ്തകത്തിലെ ഒരു ഉപമ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഒരു കുഞ്ഞി കഥാരൂപത്തിലാണുള്ളത്. ഈ പുസ്തകം തന്നെ ഒരു കത്തിന്റെ രൂപത്തിലാണ് രചിച്ചിരിക്കുന്നത്. മാലിന്യ കൂമ്പാരങ്ങൾ കുട്ടികൾക്ക് അവരിൽ അവബോധമുണ്ടാക്കുവാൻ വേണ്ടി എഴുതുന്ന ഒരു കത്തായാണ് ഇതിനെ രൂപവൽക്കരിച്ചിരിക്കുന്നത്. നമുക്ക് വിദേശികളും മലയാളികളും തമ്മിലുള്ള വ്യത്യാസം, പ്ലാസ്റ്റിക് സംസ്കരണത്തിലുള്ള വ്യത്യാസം നമുക്ക് ഈ പുസ്തകത്തിലെ ഒരു കഥ വായിച്ചാൽ തന്നെ മനസ്സിലാകും. ആദ്യത്തെ ഭാഗത്തിൽ ഇതിന് 5 അധ്യായങ്ങളാണുള്ളത്. ഇതിൽ അവസാനത്തെ ഭാഗം പഠന പ്രവർത്തനങ്ങൾ എന്നൊരു വിഭാഗത്തിലാണ്. ആദ്യം തുടങ്ങുന്നത് കേരളം സ്വർഗത്തിന്റെ നാടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. വിദേശ നാടുകളിലും പലപ്പോഴും അറിയപ്പെടുന്നത് കേരളം സ്വർഗത്തിന്റെ നാടാണെന്നാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ നാടല്ലാതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തെയാണ് നമ്മുടെ മുന്നിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. മാലിന്യങ്ങൾ കാരണം വൃത്തികെട്ടതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ നന്നാക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഇപ്പോൾ ഈ കേരളം നന്നാകും. എന്നാൽ നമ്മളും വിചാരിച്ചില്ലെങ്കിൽ കേരളത്തെ ഒരിക്കലും നന്നാക്കുവാൻ കഴിയില്ല. ഇനി ഈ പുസ്തകത്തിൽ പറയുന്നത് ഒരു കഥയുണ്ട്. ഒരു സായിപ്പിന്റെ തലയിൽ അപ്പി വീണ കഥ. കേരളം സന്ദർശിക്കുവാൻ വന്നതായിരുന്നു ഒരു സായിപ്പ്. അയാൾ സാധാരണക്കാരുടെ ചെറിയ ചെറിയ വീടുകൾ നിലകൊള്ളുന്ന ഒരു ഇടവഴിയിൽ കൂടി നടക്കുകയായിരുന്നു. ഇരുവശത്തും വീടുകളുണ്ട്. ചെറിയ വീടുകളാണ്. പക്ഷെ സായിപ്പിന് കേരളീയരോടും കേരളത്തോടും മതിപ്പ് തോന്നി. കാരണം ആ വീടുകളെല്ലാം വളരെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. പോരാത്തതിന് എല്ലാ കേരളീയരും നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ഇതിന് തൊഴിലാളികൾ വരെ, കൂലിപ്പണിക്കാർ വരെ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നത് കണ്ട് സായിപ്പിന് കേരളീയരോട് മതിപ്പ് തോന്നി. ആ സമയത്ത് സായിപ്പിന്റെ തലയിൽ ഒരു പേപ്പർ പൊതി വന്നു വീണു. അയാൾ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു കുഞ്ഞിന്റെ അപ്പിയായിരുന്നു എന്നാണ് കഥാകൃത്ത് പറയുന്നത്. ഈയൊരു അപ്പിയായിട്ടും കൂടി അയാൾ ആ കടലാസ് പൊതി അവിടെ റോഡിൽ വലിച്ചെറിഞ്ഞോടുകയല്ല ഉണ്ടായത്. അയാൾ അതും പിടിച്ചുകൊണ്ടോടി അടുത്ത ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണുന്നത് വരെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് കൈകൾ കഴുകി അയാൾ ഉടനെ തന്നെ തൻ്റെ നാട്ടിലേക്ക് തന്നെ പോയി. ഈ കഥ നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് മാലിന്യങ്ങളോട് പെരുമാറുന്നത് എന്ന്. ഈ പുസ്തകത്തിൽ പറയുന്നു, പാഴ്വസ്തുക്കൾ മാലിന്യമല്ല, അത് വെൽത്താണ്. പക്ഷേ അത് വെൽത്താക്കുവാൻ നമുക്കറിയണം. എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ സലായ് ശിവപ്രകാശം എന്നൊരാളുടെ കഥ പറയുന്നുണ്ട്. ഒരു കഥയിലൂടെയാണ് അതും ആരംഭിക്കുന്നത്. ഒരു വൃത്തിയുള്ളൊരു കാരണവർ നല്ല അലക്കി തെച്ച വസ്ത്രമൊക്കെ ധരിച്ച് ദേവാലയ സന്ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചവിട്ടിയ ഉടനെ അയാൾ ചവിട്ടിയത് കോഴി കാഷ്ടത്തിലായിപ്പോയി. അയാൾ ഉടനെ വിളിച്ചു കൂവി, എടി വെള്ളം എടുത്തുകൊണ്ട് വാ ഈ നശിച്ച കോഴികൾ എന്നൊക്കെ പറഞ്ഞ്. ഉടനെ ഒരു സ്ത്രീ അവിടെ നിന്നിറങ്ങി വന്നു. എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ കാലുകൾ കഴുകി കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ കോഴികളെ എല്ലാം കൊണ്ട് ശല്യമായല്ലോ, കോഴിത്തീറ്റം ഇവർക്ക് പറമ്പിൽ പോയി ഇട്ടുകൂടെയെന്ന്. അപ്പം മോള് പറയാണ്, ശരിയാണ് അച്ഛാ, ഇതെല്ലാം കൊള്ളാത്തതാണ്. അപ്പം നമുക്ക് ഇനി മുതൽ മുട്ട തിന്നുന്നതും കോഴിയിറച്ചി തിന്നുന്നതും ഒക്കെ നിർത്താം എന്ന്. അപ്പോൾ ആ കാരണം ചിരിച്ചുകൊണ്ട് പറയാണ്, അത് വേണ്ട, ഈ കോഴിക്കഷ്ടം മാത്രമാണ് വൃത്തികെട്ടത് എന്ന്.
അത് കഴിഞ്ഞിട്ടാണ് സലായി ശിവപ്രകാശം നാമക്കലിൽ നിന്ന് ഉള്ള ഒരു മനുഷ്യനെ ആ ഒരു പുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. ഈ ഒരു കോഴിക്കഷ്ണം ചവിട്ടിയപ്പോൾ ഈ കാരണവർ അത് വൃത്തികേടാണ്, അത് വേസ്റ്റാണ് എന്ന് ചിന്തിക്കുകയാണ് ഉണ്ടായത്. അതേസമയം നാമക്കൽ എന്താണെന്ന് ചിലർക്കൊക്കെ അറിയുമായിരിക്കും. കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന കോഴിയിറച്ചി ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് നാമക്കലിൽ നിന്നാണ്. അത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. അവിടെ ദിവസവും വർഷം തോറും ടൺ കണക്കിന് കോടിക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ്, കോഴിക്കാഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു കോഴിക്കഷ്ണം വെച്ച് എന്ത് ചെയ്യാമെന്ന് സലായി ശിവപ്രകാശം ചിന്തിച്ചു. ഇവിടെ കേരളത്തിൽ ഒരു കാരണവർ അതിനെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ച സ്ഥലത്ത് സലായി ശിവപ്രകാശം അതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചു. അങ്ങനെ അയാൾ ചിന്തിച്ചു, പശുവിൻ്റെ ചാണകം കൊണ്ടും മറ്റ് വേസ്റ്റുകൾ കൊണ്ടും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ കോഴിക്കാഷ്ടം കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിക്കൂടാ എന്ന്. അങ്ങനെ സലായി ശിവപ്രകാശം അവിടെ ഒരു തൻ്റെ കൃഷിസ്ഥലത്തൊരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു. ഇപ്പോൾ അവിടെ ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കഥ പറഞ്ഞതുകൊണ്ട് എഴുത്തുകാരൻ എന്താണ് ഉപദേശിക്കുന്നതെന്നാൽ, നമ്മൾ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് വെൽത്താക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാലിന്യത്തെ നമുക്ക് ഏതെല്ലാം തരത്തിൽ മാറ്റിയെടുക്കാമെന്ന്. നമ്മുടെ വീട്ടിലെ തന്നെ മാലിന്യങ്ങൾ നമുക്ക് കോമ്പോസ്റ്റ് ഉണ്ടാക്കി കുഴിച്ചിടാം. പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള തരത്തിലുള്ള മാലിന്യങ്ങളെ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഉപായങ്ങൾ നമുക്ക് മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ ഉണ്ട്. എന്നിട്ടും ചിലർ മാലിന്യങ്ങൾ കത്തിക്കുകയും മാലിന്യങ്ങൾ തെരുവിൽ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതാണ് കേരളത്തെ പറ്റിയുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം. പുതിയ തലമുറ ഇതിനെല്ലാം എതിരെ പെരുമാറണമെന്നും ആ വേസ്റ്റുകളെല്ലാം വെൽത്താക്കി മാറ്റണമെന്നുമാണ് കഥാകൃത്ത് ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. ഇതിന്റെ അവസാന ഭാഗത്ത് പഠന പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വാർഡ് തലത്തിൽ നമുക്ക് ചെയ്യാവുന്നവയാണ്. ആ പഠന പ്രവർത്തനങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ വാർഡിലും അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്താൽ, ഓരോ വാർഡുകളായി ചെയ്താൽ, ഓരോ പഞ്ചായത്തുകളായി ചെയ്താൽ, ഓരോ ജില്ലകളായി ചെയ്താൽ നമ്മുടെ കേരളം തന്നെ എത്ര മനോഹരമായി മാറും എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു പുസ്തകം എന്നിൽ പാരിസ്ഥിതിക അവബോധം ഉണർത്തുകയും ഈ ഒരു പുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു.